Welcome to Kiddo Heaven. Hi children, how are you? All are fine? Okay, today we are going to learn the concept of water animals. ഇന്ന് നമ്മൾ EVSലെ water animals ആണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ വൈൽഡ് ആനിമൽസ് പഠിച്ചു, ഡൊമസ്റ്റിക് ആനിമൽസ് പഠിച്ചു. ഇന്ന് നമ്മൾ വാട്ടർ ആനിമൽസ് ആണ് പഠിക്കാൻ പോകുന്നത്. Are you ready? Okay. വാട്ടർ ആനിമൽസ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? വാട്ടർ എന്ന് വെച്ചാൽ എന്താണ്? വാട്ടർ വെള്ളം. വെരി ഗുഡ്. വെള്ളത്തിൽ ജീവിക്കുന്ന ആനിമൽസ് ആണ് വാട്ടർ ആനിമൽസ്. വെള്ളത്തിൽ ജീവിക്കുന്ന ആനിമൽസ് ആണ് വാട്ടർ ആനിമൽസ്. ഓക്കെ, നമുക്ക് അതിലൊരു 6 വാട്ടർ ആനിമൽസിന്റെ നെയിംസ് പഠിക്കാനുണ്ട്. നമുക്ക് എന്നാ ഓരോ വാട്ടർ ആനിമൽസിനെയും പരിചയപ്പെട്ടാലോ? ഫസ്റ്റ് വൺ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള, നിങ്ങൾക്ക് അറിയുന്ന വാട്ടർ ആനിമൽ ആണ്. നോക്കിക്കേ, നെയിം എന്താണ് പറഞ്ഞേ? ഫിഷ്. വെരി ഗുഡ്. ഒന്നുകൂടെ ഒന്ന് ഉറക്കെ പറഞ്ഞേ. ഈ വാട്ടർ ആനിമലിന്റെ നെയിം എന്താണ്? ഫിഷ്. 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 ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. ഫിഷ്. ചിൽഡ്രൻ, ഡു യു ലൈക്ക് ഫിഷ്? നിങ്ങൾക്ക് ഫിഷ് ഇഷ്ടാണോ? ഫിഷ് കഴിക്കാൻ ഇഷ്ടാണോ? ഫിഷ് നമ്മള് ഫ്രൈ ചെയ്തിട്ട് കഴിക്കും, പിന്നെ ഫിഷിനെ കറി വെച്ചിട്ടൊക്കെ നമ്മൾ ഫിഷ് കഴിക്കൂലേ? നല്ല ടേസ്റ്റ് അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടല്ലേ കഴിക്കാനേ? ഓക്കെ, where do fish live? ഫിഷ് എവിടെയാണ് താമസിക്കുന്നത്? ഫിഷ് live in water. വെള്ളത്തിലാണ് ഫിഷ് ജീവിക്കുന്നത് അല്ലേ? ഫിഷ് എവിടെയാണ് ജീവിക്കുന്നത്? വെള്ളത്തിലാണ് ഫിഷ് ജീവിക്കുന്നത്. വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു ഫിഷിനെ പിടിച്ച് നമ്മൾ കരയിലേക്ക് ഇട്ട് അതിന് ജീവിക്കാൻ കഴിയോ? ഇല്ല, അത് അവിടെ കിടന്ന് ചത്തുപോകും. ഈ ഫിഷിന് വെള്ളത്തിൽ മാത്രമേ ജീവിക്കാൻ കഴിയൂ. ഓക്കെ, ഈ ഫിഷിന് എന്തൊക്കെയുണ്ടെന്ന് അറിയോ? ഫിഷ് ഹാസ് ഫിൻസ് ആൻഡ് ടൈൽ. ഫിഷിന് നല്ല മനോഹരമായിട്ടുള്ള ചിറകുകളുണ്ട്, പിന്നെ വാലുണ്ട് അല്ലേ? ഫിഷിന് എങ്ങനെയാണ് ബേബീസ് ഉണ്ടാവുന്നത് അറിയോ? എങ്ങനെ ബേബീസ് ഉണ്ടാവുന്നത്? ഫിഷ് ലേസ് എഗ്സ്. ഫിഷ് എഗ് ഉണ്ട് ഫിഷിന്. ആ എഗ്ഗിലാണ് ഫിഷിന് ബേബി ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഞാന് ഈ വാട്ടർ ആനിമൽ ആയിട്ടുള്ള ഫിഷിനെ ഇവിടെ ഒട്ടിക്കാൻ പോവാണേ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വാട്ടർ ആനിമൽ ഏതാണെന്ന് നോക്കിയാലോ? ഈ വാട്ടർ ആനിമലെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നെയിം അറിയോ? ഞാൻ പറയട്ടെ. ക്രാബ്. 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 ഒന്ന് പറഞ്ഞേ. ക്രാബ്. എന്റെ കൂടെ ഒന്ന് പറഞ്ഞേ. ക്രാബ്. 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 ഓക്കേ, ക്രാബ് എന്ന് വെച്ചാൽ എന്താ? ഞണ്ടിനാണ് ക്രാബ് എന്ന് പറയുന്നത്. ഞണ്ടിനാണ് ക്രാബ് എന്ന് പറയുന്നത്. ഈ ക്രാബിന് എന്തൊക്കെയുണ്ടെന്ന് അറിയോ? It has hard shell, 8 legs and 2 claws. ഈ ക്രാബിന് ഹാർഡ് ഷെൽ ഉണ്ട്, നല്ല കട്ടിയുള്ള ഒരു ഷെൽ ഉണ്ട്. പിന്നെ 8 legs. ക്രാബിന് 8 legs ഉണ്ട്. 8 legs. 8 legs ഉണ്ട്. 8 കാലുകളുണ്ട് അടുത്ത ക്രാബിന്. പിന്നെ അതേ 2 കൊമ്പുണ്ട്. നിങ്ങൾ കാണുന്നില്ലേ ഈ ക്രാബിന്റെ 2 claws, 2 കൊമ്പുകള്? ഇപ്പൊ നമ്മൾ ഈ ക്രാബിനെ പിടിക്കാൻ ചെല്ലുമ്പോൾ നമ്മുടെ കാലിലും കയ്യിലും ഒക്കെ ഈ കൊമ്പുകൾ വെച്ചിട്ട് അതിങ്ങനെ ഇറുക്കി പിടിക്കും. ക്രാബിനെ കറി വെച്ചിട്ടൊക്കെ കഴിക്കാറുണ്ട്, നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഞാന് ഈ വാട്ടർ ആനിമൽ ആയിട്ടുള്ള ക്രാബിനെ ഇവിടെ ഒട്ടിക്കാൻ പോവാണേ. ഓക്കെ, ഇപ്പൊ നമ്മള് 2 വാട്ടർ ആനിമൽസ് പഠിച്ചു. ഏതൊക്കെയാണ്? ഫിഷ്, ക്രാബ്. ഓക്കെ, അടുത്ത വാട്ടർ ആനിമൽ ഏതാ നോക്കിയാലോ? ഇവിടെ നോക്കിക്കേ, ഇതാരാണ്? ആരാണ് അറിയോ? നെയിം അറിയോ? ടോർട്ടോയ്സ്. 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 ഒന്ന് പറഞ്ഞേ. ടോർട്ടോയ്സ്. ഒന്ന് ഉറക്കെ പറഞ്ഞേ. ടോർട്ടോയ്സ്. 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 ടോർട്ടോയ്സ് എന്ന് വെച്ചാൽ ആരാ? ആമക്കാണ് ടോർട്ടോയ്സ്.
Okay, tortoise lives land and water. ഈ tortoise വെള്ളത്തിലും കരയിലും ഒരുപോലെ ജീവിക്കും. ടോർട്ടോയിസിന് വെള്ളത്തിലും ജീവിക്കാൻ കഴിയും, പിന്നെ കരയിലും ജീവിക്കാൻ കഴിയും. ഓക്കെ, ഈ ടോർട്ടോയിസ് ഇല്ലേ, ഇതിന് ഒരുപാട് കാലം നമ്മുടെ ഭൂമിയിൽ ജീവിക്കാൻ കഴിയും. നല്ല ആയുസ്സുള്ള ഒരു വാട്ടർ ആനിമൽ ആണ് ടോർട്ടോയിസ്. ടോർട്ടോയിസ് ഒരുപാട് കാലം ജീവിക്കും. ഓക്കെ, ഇവിടെ നോക്കിക്കേ. A tortoise has a hard shell to protect itself. ഈ ടോർട്ടോയിസിന് ഒരു ഹാർഡ് ഷെല്ല് ഉണ്ട്, നിങ്ങൾ കണ്ടില്ലേ? നല്ല കട്ടിയുള്ള ഒരു ഷെല്ല് ഉണ്ട്. ഈ ഷെല്ല് അത് എന്തിനാ ഉപയോഗിക്കുന്നത് എന്നറിയോ? ഈ ടോർട്ടോയിസിന് ബിഗ് ആനിമൽസ് ഒക്കെ ഉപദ്രവിക്കാൻ വരുമ്പോൾ അത് അതിന്റെ ഹെഡും പിന്നെ ലെഗ്സ് ഒക്കെ ഇങ്ങനെ വലിച്ച് ഈ ഷെല്ലിന്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ പതുങ്ങിയിരിക്കും. അപ്പോ നോക്കുന്നവർക്ക് ഇത് എന്താണ്, ഒരു പാറ ഇരിക്കുന്ന പോലെ തോന്നുള്ളൂ. അപ്പൊ അത് അതിനെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഷെല്ല് ഉപയോഗിക്കും. It walks very slowly. ഈ ടോർട്ടോയിസ് എന്താ, പതുക്കെ പതുക്കെ ഇങ്ങനെ നടക്കുള്ളൂ. ഇതിന് ഫാസ്റ്റ് ആയിട്ട് നടക്കാൻ കഴിയില്ല. ടോർട്ടോയിസ് എന്താ, പതുക്കെ പതുക്കെ നടക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഞാന് ഈ വാട്ടർ ആനിമൽ ആയിട്ടുള്ള ടോർട്ടോയിസിനെ ഇവിടെ പിടിക്കാൻ പോവാണേ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വാട്ടർ ആനിമൽ ഏതാ നോക്കിയാലോ. കാണുന്നുണ്ടോ? ഈ വാട്ടർ ആനിമലിന്റെ നെയിം ഞാൻ പറയട്ടെ, എന്താന്നറിയോ? ഡോൾഫിൻ. ഇതാരാണ്? ഡോൾഫിൻ. ഒന്ന് ഉറക്കെ പറഞ്ഞേ, ഡോൾഫിൻ. ഒന്നടന്ന് പറഞ്ഞേ, ഡോൾഫിൻ, ഡോൾഫിൻ, ഡോൾഫിൻ. ഒന്നടന്ന് പറഞ്ഞേ, ഡോൾഫിൻ. ഡോൾഫിൻ lives in the sea. കടലിലാണ് ഡോൾഫിൻ ജീവിക്കുന്നത്. കടലിലാണ് ഡോൾഫിൻ ജീവിക്കുന്നത്. ഓക്കെ, ഡോൾഫിൻ വെരി സ്മാർട്ട്, നല്ല സ്മാർട്ട് ആയിട്ടുള്ള ഒരു വാട്ടർ ആനിമൽ ആണ് ആര്? ഡോൾഫിൻ. ഡോൾഫിൻ ക്യാൻ ജംപ് ഔട്ട് ഓഫ് വാട്ടർ. ഈ ഡോൾഫിന് വെള്ളത്തിന്റെ പുറത്തേക്ക് ഇങ്ങനെ ചാടാൻ കഴിയും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വീഡിയോസിലേക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഡോൾഫിൻ ഇങ്ങനെ വെള്ളത്തിന് പുറത്തേക്ക് ചാടുന്നത്? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ഞാന് ഈ വാട്ടർ ആനിമൽ ആയിട്ടുള്ള ഡോൾഫിനെ ഇവിടെ ഒട്ടിക്കാൻ പോവാണേ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വാട്ടർ ആനിമൽ ഏതാ നോക്കിയാലോ. എല്ലാവരും നോക്കിക്കേ. ഒരു ബ്ലൂ കളറിലുള്ള വാട്ടർ ആനിമൽ ആണ് അല്ലേ ഇത്. ഇതിനെന്താ പറയാന്നറിയോ? ഇതിന്റെ നെയിം എന്താന്നറിയോ? ബ്ലൂ വെയിൽ. എന്താണ്? ബ്ലൂ വെയിൽ. ഒന്ന് പറഞ്ഞേ, ബ്ലൂ വെയിൽ. ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞേ, ബ്ലൂ വെയിൽ, ബ്ലൂ വെയിൽ. ഇതെന്താണ്? ബ്ലൂ വെയിൽ. ഓക്കെ, they are biggest animal on earth. നമ്മുടെ എർത്തിലെ ഏറ്റവും വലിയ ആനിമൽ ആണ് ആര്? ബ്ലൂ വെയിൽ. ലോങ്ങർ ദാൻ എ സ്കൂൾ ബസ്. ഒരു സ്കൂൾ ബസിനേക്കാളും നീളമുള്ളതാണ് ആര്? ബ്ലൂ വെയിൽ. സ്കൂൾ ബസിനേക്കാളും നീളമുള്ളതാണ് ആര്? ബ്ലൂ വെയിൽ. ഓക്കെ, ഈ ബ്ലൂ വെയിൽ എന്താ, നീല കളറാണ് അല്ലേ? അത് കാരണമാണ് നമ്മൾ അതിനെ ബ്ലൂ വെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാന് ഈ വാട്ടർ ആനിമൽ ആയിട്ടുള്ള ബ്ലൂ വെയിലിനെ ഇവിടെ ഒട്ടിക്കാൻ പോവാണേ. ഓക്കെ, ഇപ്പൊ നമ്മള് 5 വാട്ടർ ആനിമൽസിന്റെ നെയിംസ് പഠിച്ചു. ഏതൊക്കെയാണ് നിങ്ങളൊന്ന് പറഞ്ഞേ? ഫിഷ്, ക്രാബ്, ടോർട്ടോയിസ്, ഡോൾഫിൻ, ബ്ലൂ വെയിൽ. ഓക്കെ, ഡോൾഫിനും ബ്ലൂ വെയിലും പിക്ചേഴ്സ് മാറി പോകാൻ പാടില്ല. ഇത് ഡോൾഫിൻ, ബ്ലൂ കളറിൽ വരുന്നതാണ് ആര്? ബ്ലൂ വെയിൽ. ഓക്കെ, ഇനി ലാസ്റ്റ് വാട്ടർ ആനിമൽ ഏതാ നോക്കിയാലോ. ഓക്കെ, എല്ലാവരും ഇവിടെ നോക്കിക്കേ. നല്ല ഭംഗിയുണ്ട് അല്ലേ ഈ വാട്ടർ ആനിമലിനെ കാണാന്? ഇതിന്റെ നെയിം എന്താണെന്നറിയോ? ഒക്ടോപ്പസ്. ഒക്ടോപ്പസ്. ഒന്ന് പറഞ്ഞേ, ഒക്ടോപ്പസ്. ഒക്ടോപ്പസ് എന്ന് വെച്ചാൽ എന്താ? നീരാളിക്കാണ് ഒക്ടോപ്പസ് എന്ന് പറയുന്നത്. ഒന്ന് പറഞ്ഞേ, ഇതിന്റെ നെയിം എന്താണ്? ഒക്ടോപ്പസ്. ഒന്ന് പറഞ്ഞേ, ഒക്ടോപ്പസ്, octopus, octopus. Okay, and octopus has a 8 arms and a soft body. Yeah,
ഒക്ടോപസിന് 8 കൈകളുണ്ട്, പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ശരീരമുണ്ട്. ഓക്കേ, it can change its color to hide. ഈ ഒക്ടോപസിലെ ഇതിന് ഒളിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ കളർ മാറിക്കൊണ്ടിരിക്കും. ഇതിനെ ബിഗ് വാട്ടർ ആനിമൽസ് ഒക്കെ ഈ ഒക്ടോപസിനെ ഉപദ്രവിക്കാൻ വരുമ്പോൾ അത് ഒളിച്ചിരിക്കും. അപ്പൊ അതിന്റെ കളറ് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഞാന് ഈ വാട്ടർ ആനിമൽ ആയിട്ടുള്ള ഒക്ടോപസിനെ ഇവിടെ ഒട്ടിക്കാൻ പോവാണേ. ഓക്കെ, ഇപ്പൊ നമ്മള് 6 വാട്ടർ ആനിമൽസിന്റെ നെയിംസ് പഠിച്ചു. ഏതൊക്കെയാണെന്ന് പറഞ്ഞേ, ഉറക്കെ പറയണേ. ഫിഷ്, ഫിഷ്, ക്രാബ്, ക്രാബ്, ടോർട്ടോയിസ്, ടോർട്ടോയിസ്, ഡോൾഫിൻ, ഡോൾഫിൻ, ബ്ലൂ വെയിൽ, ബ്ലൂ വെയിൽ. ഓക്കേ, ലാസ്റ്റ് വൺ ഒക്ടോപസ്, ഒക്ടോപസ്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കിയാലോ. ഫിഷ്, ക്രാബ്, ടോർട്ടോയിസ്, ഡോൾഫിൻ, ബ്ലൂ വെയിൽ, ഒക്ടോപസ്. ഓക്കേ, അപ്പോൾ നിങ്ങൾ ഈ 6 വാട്ടർ ആനിമൽസിന്റെ നെയിംസ് നന്നായിട്ട് പറയാൻ പഠിച്ചു വെക്കുക. ഇതിൽ ഏത് വാട്ടർ ആനിമലിന്റെ പിക്ചർ കണ്ടാലും നിങ്ങൾക്ക് അതിന്റെ നെയിം പറയാൻ കഴിയണം. ഓക്കേ, അപ്പോ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. Like and subscribe.